രാവിലെ അടൂരിൽ നിന്നെത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. അതിനുശേഷം വസ്ത്രവുമായി എത്തിയയാളെ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചു. ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ, അതായത് ഈ ബലാത്സംഗ കേസിൽ പ്രതി ചേർത്തപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലുണ്ട്, അല്ലാതെ എനിക്ക് തോന്നുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പൊതുവേദിയിൽ ഒക്കെ ചില വീട്ടമ്മമാർ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പോലും ഉണ്ടായി. പക്ഷേ ഇന്നലെ ഈ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതോടെ ചിത്രം മാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമുണ്ടോ എന്ന് അറിയണം. മാത്രമല്ല അതോടൊപ്പം ജയിലിലെ ആദ്യ ദിവസത്തെ ജയിലിലെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ കാണാനെത്തിയ, അടൂരിൽ നിന്നെത്തിയ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കാണാൻ പോലും തയ്യാറായില്ലെന്ന് പറയുന്നു. എന്താണ് രാഹുലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? ടോമെ, വളരെ അപ്രതീക്ഷിതമായിരുന്നല്ലോ പോലീസിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആഘാതം രാഹുലിനുണ്ട് എന്ന് തന്നെ പറയാം. പുറമെ അയാൾ എത്ര പ്രകടിപ്പിച്ചില്ലെങ്കിലും ജയിലിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെയാണ് രാഹുൽ ഉള്ളത്. നമുക്കറിയാം, പാലക്കാട് AC റൂമിൽ നിന്ന് പെട്ടെന്ന് ജയിലിലെ പിറ്റേ ദിവസം രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഇന്ന് എത്തിയൊരു കോൺഗ്രസ് പ്രവർത്തകനെ, അടൂർ സ്വദേശിയായ രാഹുലിന് അറിയാവുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കാണാനായി തയ്യാറായില്ല എന്നുള്ളതാണ്. അയാൾ മാത്രമാണ് രാഹുലിനെ തേടി ഇന്ന് മാവേലിക്കര ജയിലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട്, അതായത് ഇന്നലെ നമുക്കറിയാം, കടുത്ത പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് രാഹുൽ മാവേലിക്കര ജയിലിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ വണ്ടി ജയിലിന് മുന്നിൽ നിർത്തിയിട്ട് പ്രതികളെ നടത്തിക്കൊണ്ടാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇന്നലെ DYFIയുടെ ഒക്കെ അതിശക്തമായ പ്രതിഷേധം അവിടെ ഉണ്ടായി. ചീമൊട്ട അടക്കം എറിയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്ക് നടുവിൽ വാഹനം ജയിലിനകത്തേക്ക് അതിൻ്റെ വലിയ ഗേറ്റ് തുറന്ന് ഓടിച്ച് കയറ്റേണ്ട ഒരവസ്ഥയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉള്ളത്. പക്ഷേ ജയിലിലെത്തിയ ശേഷം 3-ാം നമ്പർ, അതായത് അവിടുത്തെ പാലക്കാട് AC റൂമിൽ നിന്നും ഇപ്പോൾ മാവേലിക്കര ജയിലിലെ 3-ാം നമ്പർ സെല്ലിലാണ് രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. അയാൾ ഒറ്റയ്ക്കാണ് ആ സെല്ലിൽ ഉള്ളത്. കാരണം രാഹുലിൻ്റെ സുരക്ഷ കൂടി പരിഗണിച്ചാണ് അത്തരത്തിൽ ഇട്ടേക്കുന്നത്. കാരണം വലിയ പ്രതിഷേധങ്ങൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പൊതുസമൂഹത്തിലും രാഷ്ട്രീയപരമായും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MLA എന്നുള്ള ഒരു പരിഗണനയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് അത്തരത്തിൽ 1-ാം നമ്പർ സെല്ലിലേക്ക് മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് ചൂണ്ടിക്കാട്ടി 3-ാം നമ്പർ സെല്ലിൽ രാഹുലിനെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കൊടുത്ത ഭക്ഷണം അയാൾ കഴിച്ചിരുന്നു. ഇന്ന് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയത് ജയിലിലെ ഭക്ഷണം രാഹുൽ കഴിച്ചിട്ടുണ്ട്. അവിടെ മറ്റ് കൗൺസിലിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ അടൂരിൽ നിന്ന് എത്തിയ ഒരു പ്രവർത്തകനെ കാണാനായി അനുവാദം നൽകിയില്ല. രാവിലെ അയാൾ എത്തുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടി ഉച്ചയോടുകൂടി രാഹുലിൻ്റെ വസ്ത്രങ്ങളുമായി മറ്റൊരു സുഹൃത്ത് എത്തിയിരുന്നു. അയാളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അയാൾ വസ്ത്രങ്ങൾ നൽകിയതിനു ശേഷം ഏകദേശം അരമണിക്കൂറോളം അതിനകത്ത് ചിലവിട്ട് തിരികെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ സന്ദർശന സമയം അവസാനിച്ചിട്ടുണ്ട്. ഇനി മറ്റാർക്കും രാഹുലിനെ കാണാനായി അവിടേക്ക് വരാൻ കഴിയില്ല. പൊതുവെ നിസ്സംഗനായാണ് അവിടെ കാണപ്പെടുന്നത് എന്നുള്ളതാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റ് പ്രതിഷേധങ്ങളോ, അതിന് നമുക്കറിയാം, തുടക്കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ വിരട്ടുന്ന ഭാഷയിൽ രാഹുൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ ജയിലിനകത്ത് അത്തരത്തിൽ യാതൊരു കാര്യത്തിനും മുതിർന്നിട്ടില്ല. അയാൾ മറ്റ് പ്രതിഷേധങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവതരിപ്പിക്കാതെ തന്നെ അവിടെ തുടരുന്നു. ആദ്യഘട്ടത്തിൽ ജയിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നൽകും എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അത് നൽകേണ്ടത് മാവേലിക്കര സബ് ജയിലിലെ സൂപ്രണ്ടിനാണ്. അദ്ദേഹത്തിന് അത്തരത്തിൽ ജയിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തിരുവനന്തപുരത്തേക്ക് മാറ്റം ആവശ്യപ്പെടുമെന്നായിരുന്നു രാഹുലുമായി ബന്ധപ്പെട്ട പുറത്തുള്ള കേന്ദ്രങ്ങൾ മാവേലിക്കര ജയിലിൽ അത്തരത്തിൽ കാണാതിരുന്നത്. അതിന്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ആ പ്രവർത്തകനുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? എന്തുകൊണ്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതിരുന്നത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ട്? കാരണം നമുക്കറിയാം, ഈ പാലക്കാട്ടെയും അതോടൊപ്പം അടൂരിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ വലിയൊരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്ന സാഹചര്യമുണ്ടായി. അതായത് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ പ്രതികരണം എടുത്തു നോക്കിയാൽ പോലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമായിരുന്നു. കാരണം CPM ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ട നേതാക്കളെ പോലും സംരക്ഷിക്കുന്ന നിലപാടെടുത്തപ്പോൾ ഞങ്ങൾ ഒരാളെയോ, അതായത് പീഡനക്കേസിലെ പ്രതികളെ സംരക്ഷിക്കില്ല, ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് രാഷ്ട്രീയപരമായി ഒരു പ്രതിരോധം തീർക്കാൻ
കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു താഴേക്കിടയിൽ ചില കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും അവർ പിന്തുണയ്ക്കുന്നുണ്ട്. രാഹുലിനെ നേതൃത്വം കൈയൊഴിഞ്ഞത് നീതികേടാണ് എന്ന രീതിയിൽ പ്രതികരിക്കുന്നവരെ പോലും ചിലപ്പം ചിലയിടങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞു. ചില ആളുകൾ, അതായത് ചില സ്ത്രീകളുടെ ഇടയിൽ നിന്ന് പോലും അത്തരം പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ ഞെട്ടലുണ്ടായി. എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന ഒരു പിന്തുണ ഇപ്പോഴും രാഹുലിന് ലഭിക്കുന്നുണ്ടോ ശരണ്യ? അത്തരത്തിലൊരു പ്രത്യക്ഷ പിന്തുണയൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഇപ്പോൾ ഉള്ളത് മാവേലിക്കര ജയിലിലാണ്. അത് രാഹുലിൻ്റെ അടൂരുമായി ബന്ധപ്പെട്ട വലിയ ദൂരമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഈ പുറമേ കാണുന്ന പ്രത്യക്ഷ പിന്തുണകളോ കാര്യങ്ങളോ ഒന്നും ജയിലുമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. അവിടേക്ക് ആരും എത്താനായി തയ്യാറായിട്ടില്ല. ശിവദാസ് എന്ന് പറഞ്ഞ ഒരാൾ മാത്രമാണ് ഇന്ന് അവിടേക്ക് എത്തിയിട്ടുള്ളത്. അത് രാഹുലുമായി സൗഹൃദം കൂടി ഉള്ള ഒരാളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാളെ കാണാനായി തയ്യാറായില്ല. ഒരുപക്ഷെ മറ്റേ ആളെ കടത്തിവിട്ടത് പോലും വസ്ത്രം കൊണ്ട് വന്നതുകൊണ്ടാവും. കാരണം നിന്ന നിൽപ്പിൽ ഇട്ടിരുന്ന വേഷമിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നത്. കാരണം നമുക്കറിയാം രാഹുലിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുള്ള പല തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 3 ബലാത്സംഗ കേസുകൾ ഒരു MLA-ക്കെതിരെ വരുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായ എവിഡൻസുമായി സ്ത്രീകൾ തന്നെ, ഇരയാക്കപ്പെട്ടവർ തന്നെ രംഗത്ത് വരുന്നു. മാധ്യമങ്ങൾക്കടക്കം അത്ര എവിഡൻസ് കിട്ടുന്ന ഒരു ഘട്ടം വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും നമുക്കറിയാം ഒരു കൂസലുമില്ലാതെ രാഹുൽ പൊതുസമൂഹത്തെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പലയിടങ്ങളിൽ നിന്നും വ്യക്തമായ പിന്തുണകൾ നവമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ സ്ത്രീകളുടെ അടക്കം പിന്തുണ രാഹുലിന് വരുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ വന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ആളുകൾ കാണുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ രാഹുലിനെ കാണാൻ അത്തരത്തിൽ ഈ നവമാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്നവരാരും തന്നെ രാഹുലിന് വേണ്ടി അവിടെ ഒരു മുദ്രാവാക്യം ഉയർത്താനോ അല്ലെങ്കിൽ രാഹുലിന് പിന്തുണ അറിയിക്കാനോ പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഓരോ ഘട്ടത്തിൽ നിന്നും രാഹുലിനെ രക്ഷിച്ച് കരകയറ്റിക്കൊണ്ട് പോകുന്നൊരവസ്ഥ വരുമ്പോഴും കൂടുതൽ തെളിവുകൾ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അയാളുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ ഒരേ തരത്തിൽ തന്നെ പിന്തുണ പറയുമ്പോൾ തന്നെ മറ്റൊരു തലത്തിൽ അത് ഈ പറയുന്ന പിന്തുണ നൽകുന്നവർക്ക് യാതൊരു വിധത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയ രീതിയിൽ ആളുകളെ അതൃപ്തിയിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന് പറയാം. എന്തായാലും വലിയ പ്രതിഷേധം രാഹുലിനെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ പിന്തുണ ഇപ്പോൾ ലഭിക്കുന്നില്ല. കാരണം അയാൾ അതേ രീതിയിൽ ഈ യുവതികളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും ഞെട്ടലോടെയാണ് അതൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഇപ്പോഴും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.